ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി ജനനായകൻ ഉമ്മൻചാണ്ടി കോട്ടയത്തേക്കുള്ള അവസാന യാത്ര തുടരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ യാത്രയാക്കാൻ വഴിയരികിൽ കാത്തുനിന്നത്. തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് രാവിലെ 7:30-ക്ക് തന്നെ തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ യാത്ര. പതിവ് പോലെ ആൾക്കൂട്ടത്തിലലിഞ്ഞായിരുന്നു ഇത്തവണയും യാത്ര. തിരുവനന്തപുരം നഗരാതിർത്തി പിന്നിടാൻ യാത്ര 3.5 മണിക്കൂർ എടുത്തു. കാത്തുനിന്നവരെ ഒരിക്കലും നിരാശനാക്കാത്ത ഉമ്മൻചാണ്ടി ഒരുപക്ഷെ ഇന്ന് പലർക്കും നിരാശ സമ്മാനിച്ചിരിക്കാം. അത്രയേറെ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ കാണാനെത്തിയ ജനക്കൂട്ടം. വൈകിട്ട് 6:30-യോടെ ഉമ്മൻചാണ്ടി കോട്ടയത്തെത്തും. രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ചപ്പോഴും കോട്ടയമായിരുന്നു എന്നും ഉമ്മൻചാണ്ടിയുടെ തട്ടകം. കോട്ടയത്തെ പാർട്ടി ആസ്ഥാനത്ത് അവസാനമായി എത്തുന്ന ഉമ്മൻചാണ്ടിക്ക് DCCയുടെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിക്കും. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഏറെ സാക്ഷിയായിട്ടുണ്ട് തിരുനക്കര മൈതാനം. തിരുനക്കര മൈതാനത്ത് ഉമ്മൻചാണ്ടി എത്തുമ്പോൾ കേരളം അവിടെയുണ്ടാകും അവസാനമായി യാത്രയാക്കാൻ. ഇന്ന് പുതുപ്പള്ളിയിലാണ് അന്തിയുറക്കം. പുതുപ്പള്ളിയിലെ വീട്ടിൽ ഇന്ന് ഉമ്മൻചാണ്ടി ശാന്തമായി ഉറങ്ങും. ലോകത്തെവിടെയാണെങ്കിലും എല്ലാ ഞായറാഴ്ചയും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെത്തും. പുതുപ്പള്ളി സെന്റ് ജോർജ് ദേവാലയത്തിലെ പ്രാർത്ഥന ഉമ്മൻചാണ്ടിയുടെ ഞായറാഴ്ചയിലെ എക്കാലവും മാറ്റമില്ലാത്ത ഒന്നാണ്. ആ പള്ളിയിൽ വൈദികരുടെ കല്ലറയോട് ചേർന്ന് നാളെ ഉച്ചയ്ക്ക് 3 മണിയോടെ നിത്യനിദ്ര. കണ്ണൂർ 1 കണ്ണൂർ.